മറ്റ് കൃഷിയെ അപേക്ഷിച്ച് കറിവേപ്പ് കൃഷി എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു മുടക്ക് ചിലവും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് മുടക്കുമില്ല, ചിലവുമില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളസൗകര്യം എന്താണ്ട് അതുപോലെ സ്പ്രിംഗ്ലർ വെച്ച് വെള്ളസൗകര്യം ആഴ്ച ഒരിക്കൽ നനച്ചു കൊടുക്കും. ഇതേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു വളവിടിയിൽ വളമിട്ട് നടിയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ വളവും കാര്യമൊന്നുമില്ല. വളമിടുന്നത് ആദ്യമായിട്ട് ഇത് നടുമ്പോൾ നമ്മൾ ഒരു ഒന്നരയ്ക്കുള്ള കുഴി എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം കൂടി ഇട്ട് മിശ്രിതം ചെയ്ത് അതിനകത്താണ് ഇത് നടുന്നത്. ആ കുഴി അതിനകത്ത് നടും. പിന്നെ നമുക്ക് പ്രത്യേകിച്ചായിട്ട് ഇതിനകത്ത് വളത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാണകവെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കും. അതാണ് പ്രത്യേകിച്ചല്ല, അതിന് പ്രത്യേകിച്ച് വളമില്ല. ഒരു രോഗവും ഇതിനകത്തില്ല. നമ്മളിത് എടുത്തുകൊണ്ട് പോകുന്നതിന് ഇതിനകത്ത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല. മഴയാകുമ്പോൾ ഇതുപോലൊരു ചെറിയൊരു ഇത് പോകാറുണ്ട്. എന്തോ ഇല ഒരു ചെറിയ പഴുപ്പ്, നല്ല മഴയത്ത് ഇപ്പോൾ അതെല്ലാം ഇവിടെ എല്ലാം കട്ട് ചെയ്യാൻ നിർത്തിയിരിക്കുക. ഇപ്പോൾ മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും തളുത്ത് നിൽക്കുക. അതൊരു ചെറിയൊരു ഇലവാട്ട ഇതുപോലെ വരും. അത് നമ്മുടെ ഇതിനകത്ത് പിഷമിനോ ആസിഡ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് മാസത്തിലൊരിക്കൽ അല്ലെ മാസത്തിൽ 2 പ്രാവശ്യം തളിച്ചു കൊടുക്കും. ഇതിപ്പോൾ എത്ര മാസം പ്രായമായ ചെടികൾ? ഇതിന് ഒരു 2 വർഷം ആയതാ. 2 വർഷമായ ചെടിയാണ്. ഒരു ചെടി എത്ര കാലം നിൽക്കും? അതിനൊരു കാലാവധി ഇല്ല. ഒരുപാട് കാലം നിൽക്കും. ഒരു കാലാവധി ഇല്ല. നമ്മളിത് എടുക്കുന്നതനുസരിച്ച് ഒരുപാട് നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ അയ്യത്തൊക്കെ അപ്പുറത്തൊക്കെ പുരാടത്തിൽ നമ്മൾ നല്ല പിടിച്ച് കയറത്തക്കോണമുള്ള തെങ്ങിനോടൊപ്പം വലിപ്പമുള്ള കറിവേപ്പൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രായം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാലം നിൽക്കും. വലുതായി അതായത് നമുക്ക് ഇത് ഈ ഒരു ചെടി തന്നെ കണ്ടില്ല. ഇത് ഒരടിയാണ്, 1.5 അടിക്ക് വെച്ചിട്ടാണ് ആദ്യത്തെ കട്ടിങ്. വീണ്ടും അത് കഴിഞ്ഞ് 1/2 അടിക്ക് വീണ്ടും കട്ട് ചെയ്യും. അത് 1/2 അടി ഇങ്ങനെ വളരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് അപ്പം ഒരു കട്ടിങ്ങിൽ ഒരു 3-4 ശിഖരം ഉണ്ടാവും. അതാണ് നമ്മൾ ഇത്രയും കണ്ടില്ലേ, ഇത്രയും വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയുടെ എത്ര ശിഖരം ഉണ്ടെന്ന് നോക്കിയോ. വെട്ടി എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എത്ര ശിഖരം വരുന്നത്. കുഴി ഒരു 1.5 മീറ്റർ മതി. 1 മീറ്റർ അകല 1.5 അതിനകത്ത് നിന്നാൽ മതി കുഴി. ഈ മഴയത്തും ഉണക്ക സമയത്തും ഒരേപോലെ തന്നെയാണ് വിളവ്? അതെ. അതിനകത്ത് നമുക്ക് മഴ ഉണക്കാകുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കും. വെള്ളം ഇതിനൊരു മാസത്തിൽ ഒരാഴ്ച ഒരു ദിവസമെങ്കിലും വെള്ളം കൊടുത്താൽ നല്ലതായിരിക്കും.